വിഷു ഇന്ത്യൻ കിയോടൊപ്പം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യമായിട്ട് ഓഫേഴ്സ് ഉണ്ട്, നല്ല ഓഫർ ഉണ്ട്. എനിക്ക് തോന്നുന്നത് 2 സെൽട്ടോസ് ആണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ ഏത് വേരിയന്റ് ആയിരിക്കും? ഇത് നമുക്ക് വാല്യൂ ഫോർ മണി എന്നുള്ളതല്ല ശരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വേരിയൻസ് വെച്ചേക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചൊരു വാഹനം ഇവിടെ ഉണ്ട്. ഓക്കെ, സെൽട്ടോസ് അല്ലാണ്ട് അവിടെ സോണറ്റ് കിടക്കുന്നു. സോണറ്റിന് എന്താണ് ഓഫർ? സോണറ്റിന് ഇപ്പൊ നമ്മുടെ പുതിയ വാഹനത്തിന് 23, 24 വാഹനങ്ങൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ 24 എടുക്കാൻ കാരണം ഇത് ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് 23 വാഹനമാണ് ഇത്. ആക്ച്വലി മോഡൽ സെയിം ആണ്. ഇത് ഫേസ് ലിഫ്റ്റഡ് ആണ്. ഈ വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെൽട്ടോസിന് പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. കനപ്പെട്ട ഓഫറാണ് എന്നൊന്ന് പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ സോണറ്റ് എടുക്കുന്നവർക്ക് എന്താണ് ഓഫർ? അതിൽ തന്നെ സെൽട്ടോസ് പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന വേർഷനിലെ 23യുടെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഏറ്റവും മോസ്റ്റ് മോഡേൺ സെൽട്ടോസ്. റെഡി സ്റ്റോക്ക് ഉണ്ടോ വണ്ടികൾ? റെഡിറ്റിംഗ് ഓർഗനൈസേഷൻ ഉണ്ട്. ശരി. അവരിത് ഓഡിറ്റ് ചെയ്തിട്ട് ഇത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഈ ഒരു സെഗ്മെന്റിലെ സെക്കൻഡ് കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഇത്. ഏകദേശം എത്രയാണ്? ഇത് അത്യാവശ്യം ഒരു കനപ്പെട്ട ഓഫർ തന്നെയാണ്. കനപ്പെട്ട ഓഫർ തന്നെ. എനിക്ക് മനസ്സിലാകാൻ ഏകദേശം ഒരു 1 lakhന് മുകളിൽ എന്തായാലും കാൽക്കുലേഷൻ ചെയ്തോ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അതെ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി. ഞാനിപ്പോൾ ഉള്ളത് കിയയുടെ ഷോറൂമിലാണ്, നെട്ടൂരുള്ള ഷോറൂമിൽ, ഇൻജിയോൺ കിയയിലാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സെൽട്ടോസിനും അതുപോലെ തന്നെ സോണറ്റിനും അത്യാവശ്യം നല്ല ഓഫറിൽ വാഹനങ്ങൾ കിട്ടുമെന്ന് അറിഞ്ഞാണ്. അപ്പം ഈ വിഷു നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇൻജിയോൺ കിയയോടൊപ്പം ആകാം. നമ്മളോടൊപ്പം ഉള്ളത് സംഗീതമാണ്. നമസ്കാരം. സുഖമായിട്ടിരിക്കണല്ലോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ വീഡിയോയുടെ റെസ്പോൺസ് ഒക്കെ? നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണ് വിഷു ഇന്ത്യൻ കിയയോടൊപ്പം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും? കാര്യമായിട്ട് ഓഫേഴ്സ് ഉണ്ട്, നല്ല ഓഫർ ഉണ്ട്. എനിക്ക് തോന്നുന്നത് 2 സെൽട്ടോസ് ആണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഇത് 23 ആണ്, ഇത് 2024 ആണ്. എനിക്ക് തോന്നുന്നത് വ്യത്യാസം ഒന്നും കാണുന്നില്ല. വ്യത്യാസമില്ല. ഇതിന്റെ ഈ കിടക്കുന്നതിൽ ഈ കളർ അല്ലാണ്ട് ഈ വണ്ടിയുടെ ഒരു നെട്ടോ ബോൾട്ടോ പോലും വ്യത്യാസമില്ല. എല്ലാം സെയിം അല്ലേ? ആകെ പേപ്പേഴ്സിൽ, അതായത് RC ബുക്കിൽ ഇതിനകത്ത് 2023 ആയിട്ടും ഇത് രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ ഇത് 2024 ആയിട്ട് വരും എന്നല്ലാതെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു വ്യത്യാസമില്ല. നെറ്റോ ബോൾട്ടോ ഒന്നുമില്ല. സെയിം വണ്ടി. എനിക്ക് തോന്നിട്ട് 2023 വാഹനത്തിന് എന്തെങ്കിലും ഓഫർ കൊടുക്കാനുണ്ടോ? 2023 കാര്യമായിട്ട് ഓഫേഴ്സ് ഉണ്ട്. നമുക്കൊരു 10-27 വേരിയന്റ് ഉണ്ട്. എല്ലാത്തിനും പല ഓഫേഴ്സ് ആണ്. 10-27 വേരിയന്റ് ഉണ്ടല്ലേ? അപ്പൊ ഈ വേരിയന്റുകൾക്ക് എല്ലാം അതുപോലെ തന്നെ കളർ ഡിഫറൻസ് എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അനുസരിച്ചാണ് ഓഫേഴ്സ് എല്ലാം. എന്നാലും എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഒന്ന് പറയാം. നമുക്കൊരു ഓഫർ ഒറ്റയടിക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ടല്ല, നമുക്കൊരു സ്പ്ലിറ്റ് ആയിട്ടാണ് വന്നേക്കണം ഓഫറുകൾ. ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു കാര്യമായിട്ട് ഒരു 19,000 രൂപയൊക്കെ അടുത്ത് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സെറാമിക് കോട്ടിംഗ് ഉണ്ട്. സെറാമിക് കോട്ടിംഗ് എന്തായാലും ഒരു 25,000 രൂപ കൂട്ടിക്കോ. അതിലും താഴെ ഇവിടെ ആരും ചെയ്യുന്നില്ല. സെറാമിക് കോട്ടിംഗ് ഉണ്ട്. പ്ലസ് നമുക്ക് ഇൻഷുറൻസിൽ ഓഫർ വരുന്നുണ്ട്. ഇൻഷുറൻസിൽ ഓഫർ വരുന്നുണ്ട്. അതെ. അങ്ങനെ കുറച്ച് ആഡ് ഓൺ ഓഫേഴ്സ്, പിന്നെ കോർപ്പറേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അത്യാവശ്യം ഒരു കനപ്പെട്ട ഓഫർ തന്നെയാണ്. എനിക്ക് മനസ്സിലാകാൻ ഏകദേശം ഒരു 1 lakhന് മുകളിൽ എന്തായാലും കാൽക്കുലേഷൻ ചെയ്തോ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അതായത് ഒരു നട്ട് ബോൾട്ട് പോലും വ്യത്യാസമില്ലാത്ത ഒരു സെയിം വണ്ടി 23ക്ക് അത്രയും രൂപയ്ക്ക് ഓഫർ ഉണ്ടെന്നുള്ളത് ഇവർ പറഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കി എടുക്കാമല്ലോ. അപ്പം ഞാൻ ചോട്ടെ, നമുക്ക് ഇപ്പോൾ ഏകദേശം സെൽട്ടോസ് ഇപ്പം ന്യൂ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ ഒരു ബേസ് മോഡലിന് എന്നാണ് റേറ്റ് കാര്യങ്ങൾ? ഇതൊരു 13,500 വണ്ടി സ്റ്റാർട്ടിംഗ് പ്രൈസ്. അത് ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ ഏത് വേരിയന്റ് ആയിരിക്കും? ഇത് നമുക്ക് വാല്യൂ ഫോർ മണി എന്നുള്ളതല്ല ശരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വേരിയൻസ് വെച്ചേക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചൊരു വാഹനം ഇവിടെ ഉണ്ട്. അതായത് നമ്മൾക്ക് ഓരോരുത്തരും ഇപ്പൊ എന്റെ വാല്യൂ ഫോർ മണി ആയിരിക്കില്ല ചേട്ടന്റെ വാല്യൂ ഫോർ മണി. കാരണം ഒരാൾ ചിലപ്പോൾ ഒരു ബേസ് വേരിയന്റ് എടുത്തിട്ട് അയാൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും അയാളുടെ മനസ്സിലുള്ളത് ഒരു ആഗ്രഹം. ചിലവർക്ക് അതിനൊന്നും സമയമില്ല, ചിലവർക്ക് അതെല്ലാം ഇൻബിൽഡ് വേണം. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഞങ്ങളുടെ ഒരു വാഹനത്തിന്റെ അത്രയും ഫീച്ചറുള്ള വാഹനം ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് കിട്ടില്ല. ഒരു പ്രീമിയം സെഗ്മെന്റിൽ പോയാൽ പോലും ചിലപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. പലതും നമ്മളുടെ വാഹനത്തിലാണ് ആദ്യം പ്രീമിയം സെഗ്മെന്റ് അടക്കം ആദ്യം ഫീച്ചേഴ്സ് വന്നേക്കുന്ന വാഹനങ്ങൾ കിയല. അപ്പോൾ അത്രയും ഹൈ ടോപ്പ് ക്വാളിറ്റി, എത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാഹനം. അതിൽ തന്നെ സെൽട്ടോസ് പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന വേർഷനിലെ 23യുടെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഏറ്റവും മോസ്റ്റ് മോഡേൺ സെൽട്ടോസ്. റെഡി സ്റ്റോക്ക് ഉണ്ടോ വണ്ടികൾ? റെഡി സ്റ്റോക്ക് നമുക്ക് 2023 ഒക്കെ റെഡിലി അവൈലബിൾ ആണ്. നമുക്കൊരു രജിസ്ട്രേഷന്റെ സമയം മാത്രം തന്നത്, പേയ്മെന്റ് ആക്കുക, വണ്ടി രജിസ്റ്റർ ചെയ്യാന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു ആഴ്ചയിലൊക്കെ താഴെ നമുക്ക് വണ്ടി തരാൻ പറ്റും.
വണ്ടി ഇഷ്ടപ്പെട്ട് ശരിക്കും എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ 2023 24 വാഹനങ്ങൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ 24 എടുക്കാൻ കാരണം? ഇത് ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു നല്ലൊരു സ്മാർട്ട് ബയർ ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ബയർ 2023 എടുക്കും. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയാണെങ്കിലും ഈ വാഹനമാണെന്നുണ്ടെങ്കിലും ഞാനൊരു യൂസ്ഡ് ആകെയുള്ള ഒരു ഒറ്റ പെർസെപ്ഷൻ എല്ലാവരും ഈ വണ്ടി വിൽക്കാൻ നേരത്ത് ഈ 2024 ഭയങ്കര വില കൂടുതൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ പറയുന്ന 2023 അല്ലാതെ 24 എടുക്കുന്നത്. പക്ഷെ നമ്മള് ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മളൊരു യൂസ്ഡ് കാർ ഷോറൂമിൽ പോയിട്ട് ഇതേപോലെ 2 സെയിം മോഡൽ എല്ലാം സെയിം കണ്ടീഷനിലുള്ള ഒരു വാഹനം നമ്മൾ ഈ പറയുന്ന 50,000 രൂപയോ 1,00,000 രൂപയോ ഒക്കെ കൂടുതൽ കൊടുത്തിട്ട് ആരും പോയിട്ട് എനിക്ക് 2023 വേണ്ട 24 മതി എന്നും പറഞ്ഞാൽ ആരും മേടിക്കാൻ പോകുന്നില്ല. നമുക്ക് വിൽക്കുന്ന സമയത്ത് നമുക്കും അങ്ങനെ വിൽക്കാൻ പറ്റില്ല. 1,00,000 രൂപ 50,000 രൂപ ഒന്ന് കൂടുതൽ വയ്ക്കാൻ പറ്റും. കൂടി പോയാൽ സെയിം മോഡൽ സെയിം കണ്ടീഷനുള്ള ഒരു വാഹനത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു 5,000 രൂപ കൂടുതൽ പ്രീമിയം ചോദിക്കാം, 10,000 രൂപ ചോദിക്കാം. ഇതിൽ മേളൊന്നും ആരും മേടിക്കില്ല. ശരി. അപ്പൊ ഇതാണ് ഒരു തെറ്റായ ധാരണ. അത് പ്രതീക്ഷിച്ചാണ് മിക്കവരും ഈ പറഞ്ഞ ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഈ ഓഫേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യുക, അതൊരു സ്മാർട്ട് ബയറാണ്. കാരണം അത് ബുദ്ധിപരമായിട്ട് നമുക്ക് ഇവിടെ അങ്ങനത്തെ ആൾക്കാർ വരും. അതുപോലെ തന്നെ ഓരോ വേരിയന്റിനും ഓഫർ വ്യത്യാസമുണ്ട്. ഇവരുടെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അവരെ വിളിച്ച് കാര്യങ്ങൾ ഇവിടെ ഷോറൂമിൽ വന്നാൽ നമുക്ക് വാഹനങ്ങൾ നേരിട്ട് കാണുകയും ചെയ്യാം അല്ലെ. ഞാൻ ചോട്ടെ, ഈ സെൽട്ടോസ് അല്ലാണ്ട് അവിടെ സോണറ്റ് കിടക്കുന്നു. സോണറ്റിന് എന്താണ് ഓഫർ? സോണറ്റിന് ഇപ്പൊ നമ്മുടെ പുതിയ വാഹനത്തിന് കാര്യമായിട്ട് ഓഫേഴ്സ് ഒന്നുമില്ല. പക്ഷെ പുതിയ വാഹനം 2024 മോഡൽ വണ്ടി നമുക്ക് റെഡി ടു ഡെലിവറി വാഹനങ്ങൾ അവൈലബിൾ. 2024 മോഡൽ പുതിയ മോഡൽ ഇപ്പൊ ലേറ്റസ്റ്റ് ലോഞ്ച് ആണ്. ഇത് നമുക്ക് റെഡി ആയിട്ട് തരാൻ പറ്റും. അതായത് നിങ്ങളിപ്പോ വിഷു അല്ലെങ്കിൽ ഈ ഒരു ഫെസ്റ്റീവ് സീസണിന് മുമ്പ് വാഹനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേഗം പോരെ നമുക്ക് വാഹനം റെഡി ഡെലിവറി കൊടുക്കാൻ പറ്റും. ഓഫർ കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ഇല്ല അല്ലെ? ഓഫർ പുതിയ ഇതിപ്പോ ജസ്റ്റ് ലോഞ്ച് ആണ്. അത് 23 അല്ലേ? 23 വാഹനമാണ് ഇത്. ആക്ച്വലി മോഡൽ സെയിം ആണ്. ഇത് ഫേസ് ലിഫ്റ്റഡ് ആണ്. ഈ വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെൽട്ടോസിന് പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. കനപ്പെട്ട ഓഫറാണ് എന്ന് പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ സോണറ്റ് എടുക്കുന്നവർക്ക് എന്താണ് ഓഫർ പറഞ്ഞു? ഈ സോണറ്റ് എടുക്കുന്നത് ഈ പറയുന്ന ഒരു 19,000 രൂപയുടെ അടുത്ത് നമുക്ക് ഈ പറയുന്ന ക്യാഷ് ഡിസ്കൗണ്ട്, സെറാമിക് കോർപ്പറേറ്റ് ഓഫർ ഉണ്ട്, എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. അതെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തും വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 1 lakh above അതും ഓഫറായി. ഏകദേശം അതിന്റെ അടുത്തൊക്കെ തന്നെ നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പം ഒരു സോണറ്റ് എടുക്കണം എന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ആദ്യമേ സെൽട്ടോസ് പറഞ്ഞ പോലെ തന്നെ അതേ രീതിയിൽ കസ്റ്റമർ ചിന്തിച്ചാൽ മതി അല്ലേ? സ്മാർട്ട് ബയർ ആണെങ്കിൽ 2023 വാഹനം എന്തുകൊണ്ടും എടുക്കാവുന്ന അല്ലേ? പിന്നെ പുതിയ അതായത് സോണറ്റിൽ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ടല്ലോ വന്നേക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം ആ ഒരു സ്മാർട്ട് ബയറിനെ സംബന്ധിച്ച് എന്തെങ്കിലും അതിന്റെ അകത്ത് ഫീച്ചർ വൈസ് എന്തെങ്കിലും ഫീച്ചർ വൈസ് ഇപ്പൊ ടോപ്പ് എൻഡിൽ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് റിഫ്രഷ്ഡ് വേർഷൻ ആണ്. കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പറഞ്ഞ മിഡ് വേരിയന്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് സത്യത്തിൽ വലിയ ഫീച്ചർ വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ആണ്. അതായത് ഒരു നടുക്കത്തെ വേരിയന്റുകളൊക്കെ വരുമ്പോൾ ചില വേരിയന്റ്സിനൊക്കെ വലിയ ഫീച്ചർ വ്യത്യാസങ്ങളൊന്നും, ചില വേരിയന്റ്സിന് നല്ല രീതിയിൽ ഫീച്ചർ. എന്താണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്? എങ്ങനെയാണ് ഇത് വരുമ്പോഴത്തേനും നമുക്കൊരു 10 lakhs 9 lakhs നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. ഇപ്പം ഇനി എനിക്ക് അറിയേണ്ടത് നമ്മുടെ സെൽട്ടോസ് ആയിക്കോട്ടെ സോണറ്റ് ആയിക്കോട്ടെ ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഈ വിഷു ഒക്കെ പ്രമാണിച്ച് എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഈ നമുക്ക് ഈ ഫിനാൻസ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇപ്പൊ ഫിനാൻസ് ഒന്നും പഴയതുപോലെ പണ്ട് നമ്മൾ വണ്ടി മേടിക്കുന്ന പോലെ ഒന്നും അല്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതായത് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ചിലപ്പോൾ ഫിനാൻസ് എല്ലാം തീർന്ന് ചിലപ്പോൾ കാശ് വരെ കിട്ടും. ഇപ്പോഴത്തെ ഇപ്പൊ SBI, അതായത് ഞാൻ പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഒക്കെ കാര്യമായി. SBI പോലത്തെ ബാങ്കുകളൊക്കെ മിക്കതും രാവിലെ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ ഫണ്ട് കയറും. അത്ര ഫാസ്റ്റാ. അതാണ് ഈ പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ വലിയ താമസമൊന്നുമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. ഞാൻ ചോട്ടെ, വാറന്റി ഗ്യാരണ്ടി എങ്ങനെയാണ് ഇതിനൊക്കെ? നല്ല, അതായത് നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് വാറണ്ടി നമ്മുടെ കിയ വാഹനങ്ങൾക്കെല്ലാം 3 വർഷം അൺലിമിറ്റഡും എക്സ്റ്റൻഡഡ് വാറണ്ടി അടുത്ത 2 വർഷത്തേക്ക് അൺലിമിറ്റഡും. അതായത് 5 വർഷം ഒരു വാഹനം മേടിച്ചാൽ 5 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി. അതൊന്നും
ഒരു മാനുഫാക്ചറും കൊടുക്കുന്നില്ല. 5 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? അത് 2023 ആണെങ്കിലും 24 ആണെങ്കിലും ഇതിനൊന്നും വ്യത്യാസമില്ല. നമ്മൾ എടുക്കുന്ന ദിവസം തുടങ്ങി വാറന്റി സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലേ? അപ്പൊ ഞാൻ ചോട്ടെ, ഇപ്പൊ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു ബുക്ക് ചെയ്യാനാണെങ്കിൽ എന്താണ് അതിന്റെ അത്? ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്യാൻ ഷോറൂമിൽ പോലും വരണം എന്നുള്ള ഇല്ല. നമുക്ക് വാട്സാപ്പിൽ ഒരു 5,000 റുപ്പീസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബുക്കിംഗ് ഇടാം. ബുക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന് ഒരു കോണ്ടാക്ട്ലെസ് ആയിട്ട് വേണമെങ്കിൽ വണ്ടി മേടിച്ച് പോവാം. അതായത് ഇവിടുന്ന് നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു തരിക. ഡോക്യുമെന്റ്സ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻസിന് കൊടുക്കുന്നു. ബാക്കി ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഫിനാൻസുകാർ ഡോക്യുമെന്റേഷൻ വേണമെങ്കിൽ വീട്ടിൽ വന്ന് ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്ത് തീർത്തോളും. പേയ്മെന്റ് വരുന്നു. രജിസ്ട്രേഷനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നു. വാഹനത്തിന് നമുക്ക് നമ്പർ പ്ലേറ്റ് അടക്കം കിട്ടും. നമ്പർ പ്ലേറ്റും വെച്ച് വണ്ടി ഡെലിവറി കൊടുക്കും. വണ്ടി വീട്ടിൽ കൊണ്ട് ഡെലിവറി കൊടുക്കാം. ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഹാസൽ ഫ്രീ ആണ്. നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ വളരെ ഒരു ഒറ്റ കാര്യം കൂടെ, ഇതിന്റെ സോണറ്റിന്റെ സെൽട്ടോസിന്റെ ഒക്കെ സർവീസ് കോസ്റ്റ് എന്താവും എന്നൊന്ന് പറയാമോ? സർവീസ് കോസ്റ്റ് ഒക്കെ ഈ സെഗ്മെന്റിൽ, അതായത് സോണറ്റ് റോസ്റ്റൻസ് ആൻഡ് സെലവൻ എന്ന് പറഞ്ഞൊരു ഒരു വലിയ ഓഡിറ്റിംഗ് ഓർഗനൈസേഷൻ ഉണ്ട്. ശരി. അവരിത് ഓഡിറ്റ് ചെയ്തിട്ട് ഇത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഈ ഒരു സെഗ്മെന്റിലെ സെക്കൻഡ് കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഇത്. ഏകദേശം എത്രയാണ് ഇതിന്റെ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. മൈലേജ് വരും, ഇതിന്റെ എന്താണ് നമ്മുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് വരും, പാർട്സ് കോസ്റ്റ് വരും. ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വളരെ ചീപ്പാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണ്ട, നമ്മളുടെ തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. പക്ഷേ നമ്മളുടെ ബയേഴ്സിനോടോ ഇതൊക്കെ ഭയങ്കര പോപ്പുലർ വെഹിക്കിൾസ് ആണ്. എല്ലാവരും നിങ്ങളുടെ പരിചയത്തിൽ പലരും ഉപയോഗിക്കുന്നതാണ്. എത്ര കിലോമീറ്ററിലാണ് ഇത് സർവീസ് ചെയ്യുന്നത്? 10,000 കിലോമീറ്ററിലാണ്. ഭയങ്കര ചീപ്പ് മെയിൻ്റെനൻസ്. ഒരു 4,000 3,500 ഏകദേശം ആ ഒരു ബ്രാക്കറ്റിൽ വന്ന് നിൽക്കുന്ന. സെൽട്ടോസ് ആണെങ്കിലോ? സെൽട്ടോസ് ഒക്കെ സിമിലർ ആയി. ഇതിനകത്തൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ജസ്റ്റ് അതായത് സിമിലർ ഇഞ്ചിൻ അതെ. ഈ വാഹനങ്ങളൊക്കെ ആ ഒരു സെഗ്മെന്റില്, അതായത് സെൽട്ടോസ് കോമ്പീറ്റ് ചെയ്യുന്ന സെഗ്മെന്റിലെ ബാക്കി വാഹനങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് കളറും അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് എല്ലാം റെഡി സ്റ്റോക്ക് ആയിരിക്കും. 2023 ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺ സെയിലാണ്. ആദ്യം വന്നവർക്ക് പിന്നെ നമുക്ക് കളർ ഓപ്ഷൻ പിന്നെ വെയിറ്റ് ചെയ്ത്. അപ്പം എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ. ഇവരുടെ കോൺടാക്ട് നമ്പർ വിളിച്ച ശേഷം ഓരോ വേരിയന്റിനും സെപ്പറേറ്റ് ഓഫർ അല്ലേ? അതെ. ഓഫറുകൾ മേടിച്ചോളൂ. വിളിച്ച് വണ്ടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോളൂ. എല്ലാം വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവർ ജയ് ഹിന്ദ്.